ആദ്യം എനിക്ക് തോന്നിയത് നമ്മുടെ കുട്ടികളെ എന്തുകൊണ്ട് നമ്മൾ വളരെ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് അവിടെ പ്രസംഗം പഠിപ്പിക്കുന്നില്ല എന്ന്. സ്റ്റേജിൽ വന്നിട്ട് ഒരു ഭയമില്ലാതെ അത്രയും നല്ല മോഡുലേഷനോടുകൂടി അതേകൂടി തന്നെ ഓരോ വ്യക്തമായിട്ട് ഓരോ അനുസരിച്ച് നമ്മൾ കൊണ്ടാടുന്നതാണ്. അപ്പോൾ നാം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ സാംസ്കാരികം മഹാനും അതായത് തത്വനിധനും ആയ സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ്. ഇവിടെ വിവേകാനന്ദ സ്വാമികളെ പറ്റി കുട്ടികൾ വളരെയധികം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പല കാര്യങ്ങളും ഇന്ന് അവർക്ക് പാഠപുസ്തകങ്ങളിൽ പഠിക്കാൻ പറ്റില്ല. ഇവിടെ ആരും ഒരു കുട്ടി പറഞ്ഞിരുന്നു, ആ കുട്ടി ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ ആ കുട്ടി പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പാഠപുസ്തകങ്ങളിൽ പല മഹാന്മാരെ പറ്റിയും നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരെ പറ്റിയും നമുക്ക് പഴയ ഇതേപോലുള്ള സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആൾക്കാരെ പറ്റി നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിക്കാൻ ഇല്ല. അതിനെ അവരെ പറ്റി ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ഒരു 10 വാക്ക് എഴുതാനോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നീ വിക്കിപീഡിയ തപ്പണം, ഇല്ല എങ്കിൽ ഗൂഗിളിൽ തപ്പണം. ഇത് തപ്പാതെ അവർക്ക് കിട്ടില്ല. കാരണം പഠിക്കാനില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ഈ തലമുറയെ വാർത്തെടുക്കുന്നതിനായിട്ട് വിവേകാനന്ദ സ്വാമികളുടെ വചനങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ പ്രചോദനവും ഒരു വലിയ അദ്ദേഹത്തിൻ്റെ യുവജനങ്ങളും കുട്ടികളോടും ഉണ്ടായിരുന്ന ഒരു സ്നേഹവും ഇന്ത്യയുടെ ഭാവി കുട്ടികളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. ഏതൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാലും അത് കൈവരിക്കുന്നിടം വരെ അതിനെ പിന്തുടരണമെന്ന് പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. വിദ്യാഭ്യാസം എന്നത് ഒരു പുസ്തകജ്ഞാനം മാത്രമല്ല, കുട്ടികൾക്ക് സ്വഭാവത്തിൻ്റെ രൂപീകരണവും അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന അത് വളർത്തിയെടുക്കുന്നതുമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായി ഇന്നത്തെ കുട്ടികൾ വളരെ ഫാസ്റ്റാണ്, ഇന്നത്തെ സോഷ്യൽ മീഡിയ വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്നും വിവേകാനന്ദജിയുടെ പല വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരു നല്ല ജീവിതം കൈപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉള്ളതെന്നും രാഷ്ട്രത്തിന് പോലും മനസ്സിലായത്. അപ്പോൾ ഈ ക്ലബിൻ്റെയും ഇതിൻ്റെ മഹത്വം നിങ്ങളവിടെ മനസ്സിലാക്കണം. അന്നത്തെ ഈ ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയവർ ഇന്നും നമ്മുടെ വേദിയിൽ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നുണ്ട്. അഭിമാനത്തോടെ എനിക്ക് വരെ പറയാം, അന്ന് മുതൽ ഇന്ന് വരെ അവർ ഈ ക്ലബിന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ പറ്റി അധികം ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയും പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഈ യൂത്ത് നശിച്ചു പോകാതെ നമ്മൾ മുന്നോട്ട് നിന്നുള്ള ഭാരതത്തിനെ, നമ്മുടെ സ്വപ്നത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു വാക്ക് നമ്മൾ പഠിക്കുന്നു, സംസ്കാരം. സംസ്കാരം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരുമാറുന്ന രീതി സംസ്കാരത്തിൽപ്പെടുന്നതാണ്. പെരുമാറുന്ന രീതി, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മളുടെ രൂപം. നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ഇതുപോലുള്ള സാംസ്കാരിക സംഘടനയെ മുന്നോട്ട് നയിക്കാനും നിങ്ങൾ പറഞ്ഞു. രാഷ്ട്രം വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്ക് സന്ദേശം, ദേശീയ യുവജന ദിന സന്ദേശം നൽകുന്നതിനായി പ്രസിഡന്റ് വള്ളികുന്നം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിത മാഡത്തിനെ ക്ഷണിക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ഒരു പൗരന്മാരാക്കി മാറ്റിയെടുക്കുവാൻ നിങ്ങൾ ഈ കാണിക്കുന്ന എഫേർട്ടിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഭാരതത്തിൻ്റെ ആത്മീയ മഹത്വം നമ്മുടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മഹാനായ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം എന്തുകൊണ്ടും നമ്മൾ ഈ യുവജനങ്ങളുടെ ദിനമായി ആചരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ
ശക്തരാകുക, നല്ല നല്ല മക്കളാവുക, നല്ല സമൂഹത്തിനെ വഴികാട്ടി കൊടുക്കുന്ന നിങ്ങളിലാണ് ശക്തിയും ആത്മവിശ്വാസവും നമ്മുടെ രാഷ്ട്രത്തിനെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറ നിങ്ങളാണ്. അപ്പോൾ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ തലമുറയോട് അവരൊരു സന്ദേശം തരികയാണ്. മനസ്സിൽ വളരെയധികം സന്തോഷം നിറഞ്ഞുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട്. കാരണം എന്നെ രൂപപ്പെടുത്തിയത്, എന്നെ മൈക്കിന് മുമ്പിൽ ഇങ്ങനെ നിർത്താൻ പഠിപ്പിച്ചത് വിവേകാനന്ദയാണ്. വിവേകാനന്ദയുടെ ബാല്യകാലം ചെറുപ്പത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തൊട്ടപ്പുറത്തായിരുന്നു നമ്മുടെ ആദ്യത്തെ നമ്മുടെ ക്ലബ് തൊട്ടപ്പുറത്തായിരുന്നു. രമേശനൊക്കെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ തന്നെ ആയിരുന്നു തൊട്ടപ്പുറത്ത് ഇതിൻ്റെ കിടക്കിയ ദിവസം നമുക്കൊരു ചെറിയൊരു ഇതുപോലെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ വരും വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ക്ലബ്ബിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ വീടുകളിൽ വിവേകാനന്ദായി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വീട്ടിലില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. അന്ന് സൗഹൃദങ്ങളിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും വളരെ സൂക്ഷ്മതയോട് ഇരിക്കുമ്പോൾ വിവേകാനന്ദായി പോകാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അന്ന് അങ്ങനെ നമ്മളിവിടെ വരികയും സഹകരിക്കുകയും ബാല്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുകയും നമ്മുടെ കലാവാസനകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അതിനെ നല്ല തലത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകരുടേതായ നല്ല മനസ്സുകളുടേതായ ഒരു കൂട്ടം ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. സുകുമാരൻ സാറ്, മുരളി സാറ്, ശ്രീകുമാർ സാറ് ഉൾപ്പെടെയുള്ളവർ, സുബ്രഹ്മണ്യൻ, പിന്നെ രമേശൻ, അങ്ങനെ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരായി നിന്ന്, ഞങ്ങളുടെ രക്ഷകർത്താക്കളായി നിന്ന് ഞങ്ങളെ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ആ രൂപപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആകാശവാണിയിൽ പോകുന്നത്. ഇന്ന് നിങ്ങളാരെങ്കിലും ആകാശവാണി കേട്ടിട്ടുണ്ടോ? റേഡിയോ കേൾക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, നമ്മുടെ അനുജന്മാർ, സഹോദരന്മാർ, നമ്മുടെ മക്കളായിട്ടുള്ളവർ എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കൾ? ആകാശവാണി ഉണ്ടോ? എഫ് എം കേൾക്കുന്നുണ്ട് ഇല്ലയോ? എഫ് എമ്മിൽ നിങ്ങൾ പരിപാടി കേൾക്കുന്നുണ്ടോ? എഫ് എം കേൾക്കുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാറുണ്ടോ എന്തെങ്കിലും? കേരളത്തിലാകമാനമുള്ള ക്ലബ്ബുകളിൽ നിന്നുമുള്ള ഇങ്ങനെയുള്ള ബാലലോക കൂട്ടുകാർ ഓരോ ഞായറാഴ്ചകളിലും പരിപാടികൾ അവതരിപ്പിക്കും. അപ്പോൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ച് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. കുറേ കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, പിന്നെ നാടകം, റേഡിയോ നാടകം. അപ്പം അന്ന് ഞാൻ ഇരിക്കപ്പെടുന്ന ഓർമ്മയുണ്ട്. അന്ന് ഞാൻ നാടകമായിരുന്നു, നാടകവും മാപ്പിളപ്പാട്ടും. എനിക്കൊന്ന് സുമാൻ സാറിൻ്റെ പെങ്ങളുണ്ട്, സുമാൻ അപ്പോൾ എന്താ പാടിയ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഓർക്കും. അന്ന് അവിടെ പോകുവാനും അതിനകത്ത് നമ്മുടെ സർക്കാർ സംവിധാനം ഒരു സർക്കാർ സംവിധാനം യുവജനങ്ങളെ, കുട്ടികളെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കുകളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുവാനും നമ്മുടെ കലാവാസനകളെ അവിടെ അവതരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു ഭാഗ്യം എനിക്കുണ്ടായത് ഈ ക്ലബ്ബുമായി സഹകരിച്ചത്. അങ്ങനെ വിവേകാനന്ദവുമായി ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു. തുടർന്ന് അതിന് ഇതൊന്നും ഞാൻ എനിക്ക് 9-ഓ 10-ഓ പഠിക്കുമ്പോഴാണ് ചൂനാട്ട് വെച്ചൊരു സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ ആ സാംസ്കാരിക സമ്മേളനത്തിൽ ആശംസകൾക്കായി എൻ്റെ പേര് വെച്ച് വലിയ നല്ലൊരു സമ്മേളനത്തിൽ പേര് വെച്ച് അവിടെ പ്രസംഗിപ്പിച്ചത് അത് സുമാരൻ സാറായിരുന്നു പ്രസിഡന്റ്. സുമാരൻ സാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നല്ലേ പ്രസംഗിപ്പിച്ചത്. അത് ഞാൻ 9 ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന സമയത്ത്. ഇപ്പോൾ തന്നെ ഇവിടെ പ്രസംഗ മത്സരം നമുക്ക് സംഘടിപ്പിച്ചു. വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഞങ്ങൾ പ്രസംഗ മത്സരത്തിനകത്ത് പോകുമ്പോൾ നമ്മൾ ഒക്ടോബർ 2-നാണ് ഞങ്ങൾ പുറത്തു പോയ പ്രസംഗ മത്സരം. ഒക്ടോബർ 2 ഓച്ചറ പരമ്പരമ അവർദ്ധുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രഭരണ സമിതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിലൊരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. പുറത്തുപോയി പ്രസംഗ മത്സരത്തിന് പോകുന്ന അന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ നിങ്ങളെല്ലാം സ്കൂളുകളിലെ പ്രസംഗ മത്സരത്തിനൊക്കെ പോകാറുണ്ടോ? എത്ര പേർ പങ്കെടുത്തിട്ടുണ്ട്? ഈ വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബിൻ്റെ 46 വർഷം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 46 വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ വാർഷികമൊക്കെ ഗംഭീര ഇവിടെ പരിപാടിക്കൊക്കെ പങ്കെടുത്ത, നമ്മുടെ മത്സരങ്ങൾക്ക് പങ്കെടുത്ത നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഈ വർഷം നമുക്ക് ഗംഭീരമായിട്ട് വാർഷികമൊക്കെ നടത്തണം. അപ്പോൾ 46 വർഷം കഴിഞ്ഞു. ഇപ്പം ഈ 46 വർഷം നമ്മൾ ഒരു സാംസ്കാരിക സംഘടന 46 വർഷം മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ആരൊക്കെയാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളാണ്. നമ്മൾ ഈ സാംസ്കാരിക പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് ഭയങ്കര കഷ്ടപ്പാടാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ നമ്മുടെ ഇദ്ദേഹം യുവജനങ്ങളുടെ ആദർശങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ യുവതലമുറയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ നിരന്തരം നടക്കുന്ന പരിപാടികൾ, പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി എനിക്ക് പറയാനേ ഉള്ളൂ. സഹായിച്ച അവരവരെ കണ്ടെത്തുന്നതിന് വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഇതിന് മുന്നിട്ടിറങ്ങി തിരിച്ച ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അല്ലേ മറ്റുള്ളവരെ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? വിവേകാനന്ദൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. ചില വാക്കുകൾക്ക് അല്ലെങ്കിൽ ചില വാക്യങ്ങൾക്ക് നമ്മളെ അങ്ങേയറ്റം സ്വാധീനിക്കാൻ കഴിയും. ചില നേതാക്കൾ നടന്നു പോകുന്ന വഴികളിലൂടെ ഒരു ജനസഞ്ചയം ഒരു സാഗരം പോലെ കുതിച്ച് മുന്നോട്ട് പോകും. അത്തരത്തിൽ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന വലിയ മഹാന്മാരാണ് കാലാതീതരായിട്ട് നിൽക്കുന്നത്. ഇന്ത്യ അത്തരം വളരെയധികം മഹത്തുക്കൾക്ക് ജന്മം കൊടുക്കാൻ സൗഭാഗ്യം ലഭിച്ച മഹത്തായ ഒരു രാജ്യമാണ്. മഹാത്മാ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടന അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് കുട്ടികൾ നടത്തിയ പ്രസംഗ മത്സരമാണ് ഇവിടെ നടന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷത സ്ഥാനം വഹിച്ച നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് അലക്സ് ഫിലിപ്പ് അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ചേർന്ന ബഹുമാനിയായ വള്ളുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിത മാഡം, അതുകൊണ്ട് തന്നെ വള്ളുന്നം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ കെ മൻസൂർ എന്ന സഹപാഠിയാണ് അദ്ദേഹം. സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അരുൺ ടി, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇവിടുത്തെ നമ്മുടെ ക്ലബിൻ്റെ അംഗമായിരുന്ന രമേശൻ ചേട്ടന് ശ്രീകുമാർ സാറ്, ഇപ്പോൾ രക്ഷാധികാരിയായിരിക്കുന്നതും മുൻകാല പ്രവർത്തനവുമായ ശ്രീ സുബ്രഹ്മണ്യൻ, ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾ, നല്ല രീതിയിൽ പ്രസംഗ മത്സരം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾ, എല്ലാവർക്കും തന്നെ ഈ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ സംഘടനയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതോടൊപ്പം തന്നെ ഇരിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് എന്ന് പറയുക, വിവേകാനന്ദ എന്ന് പറഞ്ഞൊരു സംഘടന നമ്മുടെ നാട്ടിലുണ്ടെന്നും ഇവിടെ നല്ല നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.